കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ നിന്നും രക്ഷിക്കുവാൻ 3 പ്രാവശ്യം ശ്രമിച്ച ഒരു വ്യക്തിയാണ് പീലാത്തോസ് എന്ന് പറയുന്ന നാടുവാഴി. 3 പ്രാവശ്യമാണ് യേശുവിനെ രക്ഷിക്കുവാൻ വേണ്ടി പീലാത്തോസ് എന്ന് പറയുന്ന രാജാവ് 3 പ്രാവശ്യമാണ് ശ്രമിച്ചത്. 3-ാമത്തെ പ്രാവശ്യം യേശുവിനെ രക്ഷിക്കുവാൻ വേണ്ടി പീലാത്തോസ് എന്താ ചെയ്തതെന്നറിയാമോ? എല്ലാ വർഷം തോറും ഒരു ഉത്സവ സമയത്ത് ഒരു ജയിലിൽ കിടക്കുന്ന ഒരു തടവുകാരനെ വിടുവിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ പ്രാവശ്യം പീലാത്തോസ് എന്താ ചെയ്തത്? യേശുവിനെ രക്ഷിക്കുവാൻ വേണ്ടി, യേശുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുവാൻ വേണ്ടി ആ ജയിലിൽ കിടക്കുന്ന ഒരു തടവുകാരനെ വിടുവിക്കുന്ന സമയത്ത് യേശുവിനെ വിടുവിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ ആ 3-ാമത്തെ പ്രാവശ്യവും പീലാത്തോസ് പരാജയപ്പെട്ടു. ഈ 3 പ്രാവശ്യവും യേശു ക്രിസ്തുവിനെ രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിച്ച പീലാത്തോസ് എന്ന് പറയുന്ന നല്ലവനായ രാജാവ് ആ 3-ാമത്തെ പ്രാവശ്യം ആ ജയിലിൽ കിടക്കുന്ന ഒരു തടവുകാരനെ വിടുവിക്കുവാൻ വേണ്ടി പോയി. ആ തടവുകാരനെ യേശുവിനെ ആക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇസ്രായേൽ മക്കൾ ചെവി കൊണ്ടില്ല. ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ വിടുവിക്കേണ്ട, കള്ളനും കൊലപാതകിയുമായ ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3-ാമത്തെ പ്രാവശ്യവും പീലാത്തോസ് എന്ന് പറയുന്ന നല്ലവനായ രാജാവ്, പീലാത്തോസിന് മനസ്സിലായി ഇനി യേശുവിനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. കാരണം ലോകം മുഴുവനും ഇളകിക്കിടക്കുകയാണ്. ഇസ്രായേൽ മക്കൾ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, ഞങ്ങൾക്ക് ബറാബാസിനെ വിട്ടുതന്നാൽ മതി, യേശുവിനെ ക്രൂശിക്കുവാൻ പറഞ്ഞു. എന്നാൽ 3-ാമത്തെ പ്രാവശ്യവും യേശുവിനെ രക്ഷിക്കുവാൻ ശ്രമിച്ച പീലാത്തോസ് എന്ന് പറയുന്ന നല്ലവനായ രാജാവ് 3-ാമത്തെ പ്രാവശ്യവും പരാജയപ്പെട്ടു. എന്നാൽ 3-ാമത്തെ പ്രാവശ്യം പരാജയപ്പെട്ട ആ പീലാത്തോസ് എന്താ ചെയ്തെന്നറിയാമോ? താൻ പറഞ്ഞു, ഈ പാപമില്ലാത്ത രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഈ പാപമില്ലാത്ത ഈ രക്തത്തിൽ എനിക്കിനി ഒരു പങ്കുമില്ല, നിങ്ങൾ തന്നെ ചെയ്തുകൊള്ളാൻ പറഞ്ഞിട്ട് പീലാത്തോസ് എന്തു ചെയ്തു? പാത്രത്തിൽ കൈ കഴുകി, ഈ പാപമില്ലാത്ത, ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത, ഒരു തിന്മയും ചെയ്തിട്ടില്ലാത്ത ഈ പാപിയായ മനുഷ്യൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ പീലാത്തോസ് എന്തു ചെയ്തു? കൈ കഴുകി. എന്നാൽ ആ സമയത്ത് ഇസ്രായേൽ മക്കളെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് ഇസ്രായേൽ മക്കൾ മുഴുവൻ പീലാത്തോസിനോട് വിളിച്ചു പറഞ്ഞു, ആ പാപത്തിൻ്റെ പങ്ക് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞു. പീലാത്തോസ് എന്ത് മനസ്സിലായി? ഈ നിൽക്കുന്നത് സാധാരണക്കാരനായ വ്യക്തിയല്ല, ഈ നിൽക്കുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല എന്ന് പീലാത്തോസിന് മനസ്സിലായി. പീലാത്തോസിന് മനസ്സിലാവുന്നതിന് മുമ്പ് പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി, ഈ നിൽക്കുന്ന മനുഷ്യൻ സാധാരണക്കാരനല്ല, ഇവൻ കഴിവുള്ളവനാണ്, ഇവൻ സർവശക്തനായ സ്വർഗത്തിലെ നാഥനായ യേശുവാണെന്ന് പീലാത്തോസിന് മനസ്സിലായത് കൊണ്ടാണ് 3 പ്രാവശ്യം പീലാത്തോസ് യേശുവിനെ രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. 3-ാമത്തെ പ്രാവശ്യവും പരാജയപ്പെട്ട 3-ാമത്തെ പ്രാവശ്യവും യേശുവിനെ രക്ഷിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പീലാത്തോസ് താൻ ഈ പാപമില്ലാത്ത രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി. എന്നാൽ ആ പീലാത്തോസ് കൈ കഴുകുന്ന സമയത്ത് ഇസ്രായേൽ മക്കൾ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലയോ പീലാത്തോസേ, ആ പാപത്തിൻ്റെ ശമ്പളം ഞങ്ങളും ഞങ്ങളെ മക്കളും അനുഭവിച്ചോളാമെന്ന്. ആ പറഞ്ഞതിൻ്റെ ശാപമാണ് ഇന്ന് ലോകം മുഴുവനും എൻ്റെ ഇസ്രായേൽ മക്കളെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഓരോ അഭയാർത്ഥി ക്യാമ്പിൽ നിൻ്റെയൊക്കെ മക്കൾ ക്യൂ നിൽക്കുന്ന അവസ്ഥ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നിൻ്റെയൊക്കെ മക്കൾ അഭയാർത്ഥി ക്യാമ്പിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ച നീ കാണുന്നില്ലേ? അന്ന് പീലാത്തോസിനോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ പാപത്തിൻ്റെ ശമ്പളം, ആ പാപം ഞങ്ങൾക്കും ഞങ്ങളെ മക്കളും അനുഭവിച്ചോളാമെന്ന്. ആ പാപത്തിൻ്റെ ശമ്പളമാണ് ഇന്ന് നീ അനുഭവിക്കുന്നത്. നിൻ്റെ കണ്ണുകൊണ്ട് നോക്കി നിൽക്കേ, നീയും നിൻ്റെ ഭർത്താവും നോക്കി നിൽക്കേ. ഇസ്രായേൽ മക്കളെ, നിന്റെ മക്കൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അഭയാർത്ഥി ക്യാമ്പിൽ ക്യൂ നിൽക്കുന്ന കാഴ്ച, പാത്രവും കൊണ്ട് ക്യൂ നിൽക്കുന്ന കാഴ്ച നീ കാണുന്നുണ്ടോ? നീ കാണുന്നില്ല ഇസ്രായേൽ മക്കളെ? എന്നിട്ട് നല്ലവനായ പീലാത്തോസ് എന്ന് പറയുന്ന രാജാവിന് മനസ്സിലായി ഇവൻ സാധാരണക്കാരനല്ല എന്ന്. എന്നിട്ടും പള്ളിയിലെ മതപുരോഹിതന്മാര്, മതപണ്ഡിതന്മാര്, ഇസ്രായേൽ മക്കൾ, നിങ്ങൾ ലോകം മുഴുവൻ നോക്കി നിൽക്കേ, നിങ്ങൾ പറഞ്ഞു ഈ മനുഷ്യനെ ക്രൂശിക്കാൻ പറഞ്ഞു. ഇന്ന് ഓരോ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേലിലും പാലസ്തീനിലും ഓരോ അഭയാർത്ഥി ക്യാമ്പിലും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഓരോ അഭയാർത്ഥി ക്യാമ്പിൽ എൻ്റെ മക്കൾ, ഓരോ ഇസ്രായേൽ മക്കൾ ക്യൂ നിൽക്കുമ്പോൾ
ഒരു കാര്യം ഓർക്കുക ഇസ്രായേൽ മക്കളെ, അന്ന് പീലാത്തോസിനോട് പറഞ്ഞില്ലേ നിങ്ങൾ, ആ പാപത്തിൻ്റെ ശമ്പളം ഞാനും ഞങ്ങളെ മക്കളും അനുഭവിച്ചോളാമെന്ന്. അതിനുള്ള ശമ്പളമാണ് ഇസ്രായേൽ മക്കളെ, എൻ്റെ പാലസ്തീനെ ഇന്ന് നീ അനുഭവിക്കുന്നത്. ആമേ, ഇത്രയും ആമേ സർവശക്തനായ സ്വർഗത്തിലെ നാഥനായ എൻ്റെ യേശുവിനെ ക്രൂശിൽ തറച്ച ഇസ്രായേൽ മക്കളെ, അതിന്നുകൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നിന്റെയൊക്കെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? നിന്റെയൊക്കെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? ഏത് നിമിഷവും എപ്പോഴും ബോംബ് വന്ന് വീഴാം. ഏത് നിമിഷവും സ്വർഗത്തിലെ നാഥനായ ലോക രക്ഷകനായ സ്വർഗത്തിലെ നാഥനായ യേശു ക്രിസ്തു ജനിച്ച ഇസ്രായേലിന് സമാധാനമുണ്ടോ മക്കളെ? ആമേ, സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് അന്ന് പീലാത്തോസിന് മനസ്സിലായി, ഈ മനുഷ്യൻ സാധാരണക്കാരനല്ല, ഇവൻ സർവശക്തനായ സ്വർഗത്തിലെ നാഥനായ ദൈവമാണെന്ന് ഈ ആമേ പീലാത്തോസിന് മനസ്സിലായത് കൊണ്ടാണ് ആമേ പീലാത്തോസ് എന്ന് ചെയ്തത്, ആമേ പാത്രത്തിൽ കൈ കഴുകിയത്. ആ കൈ കഴുകിയപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് ഇസ്രായേൽ മക്കളെ? ആ പാപത്തിൻ്റെ ശമ്പളം ഞങ്ങളും ഞങ്ങളെ മക്കളും അനുഭവിക്കാമെന്ന്. ആ അനുഭവമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത്. അന്നത്തെ ആ അനുഭവമാണ് അന്നത്തെ സർവശക്തനായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കാൻ കൂട്ടുനിന്നത് കൊണ്ടാണ് ആമേ ഇന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നിങ്ങളും നിങ്ങളെ മക്കളും അഭയാർത്ഥി ക്യാമ്പിൽ ആമേ ക്യൂ നിൽക്കുന്ന കാഴ്ച. സ്വർഗത്തിലെ നാഥനായ ദൈവം, സർവശക്തനായ ദൈവം എന്തിനെന്നെ ക്രൂശിച്ചു? എന്തിനെന്നെ ക്രൂശിച്ചു? എന്നെ ക്രൂശിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ആ ഗാഗുൽത്താ മലയിൽ കിടന്നുകൊണ്ട് ആമേ ആ കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യേ ആ ഗാഗുൽത്താ മലയിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച നിലവിളി. ഒരു നേരത്തെ വെള്ളം ചോദിച്ചപ്പോൾ ആമേ കയ്പ് പഴയ വീഞ്ഞെടുത്ത് കൊടുത്തു. എന്നാൽ ആ സമയത്തും ആമേ ആ കാൽവരി ക്രൂശിൽ കിടന്ന് ആമേ ആ സർവശക്തനായ ദൈവം പാടിയ ഒരു പാട്ടുണ്ട്. ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഇവർക്ക് വേണ്ടിയാണോ ഞാൻ മരുഭൂമിയിൽ മന്ന പൊഴിച്ചത്? ഇവർക്ക് വേണ്ടിയാണോ ഞാൻ